ദശകം 37 കൃഷ്ണാവതാര പ്രസ്താവം. സാന്ദ്രാനന്ദതനോഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്ത അഭികർമ്മശേഷവശദോ യേതേ ന യാദാഗതിം തേഷാം ഭൂതലജന്മനാം ദിദിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമി പ്രാപവിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതൈ. സാന്ദ്രാനന്ദതനോ ഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്ത അപി കർമ്മശേഷവശതഃ യേതേ ന യാദാ ഗതിം തേഷാം ഭൂതലജന്മനാം ദിദിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമിഃ പ്രാപ വിരിഞ്ചം ആശ്രിതപദം ദേവൈഃ പുരാ ഏവ ആഗതൈഃ. സാന്ദ്രാനന്ദതനോ ഹരേ, അല്ലയോ പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന മഹാവിഷ്ണു, പുരാ ദൈവാസുരേ സങ്കരേ, പണ്ട് ദേവാസുര യുദ്ധത്തിൽ വച്ച് ത്വത്കൃത്ത അപി, അങ്ങയാൽ വധിക്കപ്പെട്ടവരായിരുന്നിട്ട് കൂടി ഏതേ ന യാദാഗതിം, ഏതൊരു ആളുകളാണോ ന യാദാഗതിം, ഗതിയെ പ്രാപിച്ചില്ലയോ, തേഷാം അവർ ഭൂതലജന്മനാം ദിദിഭുവാം, അവർ ഭൂമിയിൽ ദിതിയുടെ പുത്രന്മാരായ അസുരന്മാരായി ജന്മമെടുത്തു. അങ്ങനെയുള്ളവരുടെ ഭാരേണ ദൂരാർദിതാഹ ഭൂമിഃ, വളരെയധികം പീഡിപ്പിക്കപ്പെട്ടവളായ ഭൂമിദേവി പ്രാപ വിരിഞ്ചം, ബ്രഹ്മദേവൻ്റെ അടുത്ത് എന്ന് പരാതി പറഞ്ഞു. ആശ്രിതപദം ദേവൈ പുരൈവാഗതൈഃ, ഇതിനു മുൻപ് തന്നെ ദേവന്മാരെല്ലാം വന്ന് ബ്രഹ്മദേവനോട് പരാതി പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഭൂമിദേവിയും വന്ന് ബ്രഹ്മദേവനോട് പരാതി പറഞ്ഞു. അല്ലയോ ആനന്ദസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ, പണ്ട് ദേവാസുര യുദ്ധത്തിൽ വച്ചിട്ട് അങ്ങയാൽ വധിക്കപ്പെട്ടവരായിരുന്നിട്ട് കൂടി ഏതെല്ലാം ആളുകളാണോ ഗതിയെ പ്രാപിക്കാതിരുന്നത്, അവരെല്ലാം ഇപ്പോൾ ഭൂമിയിൽ അസുരന്മാരായി ജന്മമെടുത്തതുകൊണ്ട് അവരുടെ ഭാരം സഹിക്കവയ്യാതായ ഭൂമിദേവി ബ്രഹ്മദേവൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു. ബ്രഹ്മദേവൻ്റെ അടുത്ത് മുൻപേ തന്നെ ദേവന്മാരെല്ലാവരും വന്ന് ഈ പരാതിയെ ബോധിപ്പിച്ചിട്ടുള്ളതും ആയിരുന്നുവെങ്കിലും ഇപ്പോൾ ഭൂമിദേവിയും വന്ന് പരാതി പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സാധാരണഗതിയിൽ ഭഗവാനാൽ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മുക്തി ലഭിക്കും എന്നാണ് പുരാണങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ അപ്രകാരം ഭഗവാനാൽ വധിക്കപ്പെട്ടവരായിരുന്നിട്ട് കൂടി ആർക്കൊക്കെയാണോ മുക്തി ലഭിക്കാതിരുന്നത് അവരെല്ലാം അസുരന്മാരായി ഭവിച്ചു എന്നാണ് പറയുന്നത്. ഓരോ ജീവാത്മാക്കളുടെയും ജന്മജന്മാന്തര കൃതങ്ങളായിരിക്കുന്ന പുണ്യപാപ കർമ്മങ്ങളാണ് അവർക്ക് ഈശ്വരവധ പ്രാപ്തി നൽകണോ അതോ വീണ്ടും പുനരഭിജനനം പുനരഭിമരണം എന്ന അവസ്ഥയെ പ്രാപിക്കണോ എന്ന് തീരുമാനിക്കുന്നു. സാധാരണഗതിയിൽ ദുരാത്മാക്കളാണെങ്കിൽ പോലും ഭഗവാന്റെ അവതാരമൂർത്തികളുടെ കരങ്ങളാൽ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിനേക്കാളും കൂടുതലായ പാപകർമ്മങ്ങൾ അവരിൽ ലീനമായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാണ് ഇവിടെ വീണ്ടും അസുരന്മാരായി ജന്മമെടുത്തത് എന്നുകൂടി പറയുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം, നമ്മുടെയെല്ലാം കർമ്മങ്ങളെ ശുദ്ധമാക്കുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം കൂടിയാണ്. കർമ്മങ്ങൾ ശുദ്ധമായെങ്കിലേ വരാനിരിക്കുന്ന ജന്മങ്ങളെ ഇല്ലാതാക്കാനായി സാധിക്കുകയുള്ളൂ.
എപ്പോഴും ഏത് ശരീരം ലഭിച്ചാലും ആ ജന്മങ്ങളൊക്കെ ദുഃഖദായകങ്ങൾ തന്നെയാണ്. അപ്രകാരം ജന്മങ്ങൾ ലഭിക്കാതിരിക്കണമെങ്കിൽ കർമ്മനാശം സംഭവിക്കണം എന്നാണ്. അങ്ങനെ കർമ്മനാശം വരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. കർമ്മണൈവ ഹി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹന കർമ്മണോ ഗതിഹി. ഗീതയിൽ പറയുന്നതാണ്. കർമ്മങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിക്കണം. ബോദ്ധവ്യം ച വികർമ്മണഃ, അരുതാത്ത കർമ്മങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നതും പഠിക്കേണ്ടതാണ്. അകർമ്മണശ്ച ബോദ്ധവ്യം, അരുതാത്ത കർമ്മങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ അറിവ് നേടണം. ഏതെല്ലാം ചെയ്യാം, ഏതെല്ലാം ചെയ്യരുതാത്തതാണ്, ഏതെല്ലാം നിഷിദ്ധമാണ് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അത് എന്തുകൊണ്ടെന്നാൽ ഗഹന കർമ്മണോ ഗതിഹി, കർമ്മത്തിൻ്റെ ഗതി വളരെ ആഴമുള്ളതാണ്. കാരണം കർമ്മങ്ങളുടെ ഫലങ്ങളെ നിശ്ചയമായും അതിൻ്റെ കർത്താവ് ഭുജിക്കുക തന്നെ വേണം. അതിൽ നിന്ന് യാതൊരു ഉപേക്ഷയും ലഭിക്കില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെയും വളരെ സൂക്ഷ്മമായിട്ട് അതിൻ്റെ നന്മകൾ മാത്രം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നവരായി നമ്മൾ ജീവിതത്തെ നയിച്ചാൽ ഈ ഒരു കർമ്മഫലങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. അതുകൊണ്ടാണ് എപ്പോഴും പറയാറുള്ളത്, കർമ്മഫലം എന്ന് പറയുന്നത് ഒരു പശുക്കുട്ടി 1000 പശുക്കൾക്കിടയിൽ നിന്നും തൻ്റെ അമ്മയെ കൃത്യമായി തിരിച്ചറിയുന്നത് പോലെ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളൊക്കെ കർമ്മഫലങ്ങൾ നമ്മളിലേക്ക് ഏൽപ്പിക്കുവാനായിട്ട് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തും എന്നതാണ്. അതുകൊണ്ട് കർമ്മങ്ങൾ ശുദ്ധമായാൽ മുക്തി ലഭിക്കുക എളുപ്പമാകും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹാഹാ ദുർജന ഭൂരിഭാരമധിതാം പാഥോനിധൗ പാതുകാം ഏതാം പാലയ ഹന്ത മേ വിവശതാം സംപൃച്ഛദേവാനിമാൻ ഇത്യാദി പ്രചുരപ്രലാപവിവശാമാലോക്യ ധാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദദ്യൗ ഭവന്തം ഹരേ. ഹാഹാ ദുർജന ഭൂരിഭാരമധിതാം പാഥോനിധൗ പാതുകാം ഏതാം പാലയ ഹന്ത മേ വിവശതാം സംപൃച്ഛ ദേവാൻ ഇമാൻ ഇത്യാദി പ്രചുര പ്രലാപവിവശാം ആലോക്യ ധാതാ മഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതഃ ദദ്യൗ ഭവന്തം ഹരേ. ഹാഹാ ദുർജന ഭൂരിഭാരമധിതാം, കഷ്ടം കഷ്ടം, ദുർജനങ്ങളുടെ അധികരിച്ച ഭാരത്താൽ പീഡിതയായ ഭൂമിദേവി പാഥോനിധൗ പാതുകാം, പാഥോനിധൗ സമുദ്രത്തിലേക്ക് വീഴാറായി നിൽക്കുകയാണ് ഭൂമിദേവി. അവളെ കാത്തുകൊള്ളണമേ എന്നാണ്. ഏതാം പാലയ, ഈയുള്ളവളെ കാത്തുകൊള്ളണമേ എന്ന് മേ വിവശതാം സംപൃച്ഛ ദേവാൻ ഇമാൻ. ഇമാൻ ദേവാൻ, ഈ ദേവന്മാരോട് ചോദിച്ചാൽ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അങ്ങേക്ക് പറഞ്ഞു തരും. എൻ്റെ വിവശത എന്തൊക്കെയാണെന്ന് അങ്ങ് വേണമെങ്കിൽ ഈ ദേവന്മാരോട് ചോദിച്ചോളൂ, അവർ കൃത്യമായി പറഞ്ഞു തരും. ഇത്യാദി പ്രചുര പ്രലാപവിവശാം, ഇപ്രകാരം ഇങ്ങനെ പരാതികളെ പറയുന്ന ആ ഭൂമിദേവി ആലോക്യ കണ്ടിട്ട് ധാതാ ബ്രഹ്മദേവൻ മഹീം ഭൂമിദേവിയോട്, പിന്നെ ദേവാനാം വദനാനി വീക്ഷ്യ പരിതഃ, തൻ്റെ പരിതഃ ചുറ്റും നിൽക്കുന്ന ദേവന്മാരുടെ വദനങ്ങളെ കണ്ടിട്ട് ദദ്യൗ ഭവന്തം ഹരേ, ബ്രഹ്മദേവൻ അവിടെ ഇരുന്ന് ഗുരുവായൂരപ്പ അങ്ങയുടെ പാദങ്ങളെ സ്മരിച്ചു. ഭൂമിദേവി ദുർജനങ്ങളായ ആളുകളുടെ ഭാരത്താൽ പീഡിതയായിക്കൊണ്ട് സമുദ്രത്തിലേക്ക് വീഴാറായി നിൽക്കുന്ന
ഈ ഭൂമിദേവിയെ പാലയ രക്ഷിച്ചാലും കാത്തുകൊള്ളണമേ. മേ വിവശതാം, എൻ്റെ വൈവശ്യങ്ങളെയൊക്കെ സംപ്രേഷിച്ച ഇമാൻ ദേവാൻ, ഈ ദേവന്മാരോട് ചോദിച്ചാൽ മതി, അവരെല്ലാം പറഞ്ഞു തരും എന്നെല്ലാം ഉള്ള പ്രചുരപ്രലാപ വിവശാം, ഇപ്രകാരമുള്ള പരാതികളെയൊക്കെ കേട്ട ബ്രഹ്മദേവൻ മഹീം ആലോക്യ ദേവാനാം വദനാനിവീക്ഷ്യ പരിതഃ, ഭൂമിദേവിയെയും ചുറ്റും നിൽക്കുന്ന ദേവന്മാരുടെയും ഒക്കെ മുഖത്തെ നോക്കിക്കൊണ്ട് ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളെ സ്മരിച്ചു, അല്ലെങ്കിൽ ഭഗവാനെ ധ്യാനിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ ഭാരം താങ്ങാനാവാതെ സഹിക്കവയ്യാതെ ഭൂമിദേവി സമുദ്രത്തിലേക്ക് പതിച്ചു പോകും എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അല്ലയോ ബ്രഹ്മദേവ, എൻ്റെ വിഷമതകളെക്കുറിച്ച് അറിയണമെങ്കിൽ അങ്ങ് ദേവന്മാരോട് ചോദിച്ചാൽ മതിയാകും എന്ന് ഭൂമിദേവി വളരെയധികം പരാതിയായിട്ടൊക്കെ പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ ആ ഭൂമിദേവിയെയും ദേവന്മാരെയും ഒക്കെ ഒന്ന് നോക്കിയിട്ട് വിഷ്ണു ഭഗവാനെ ധ്യാനിച്ചു എന്നാണ് പറയുന്നത്. ഏതൊരു വിഷമാവസ്ഥയിലും ബ്രഹ്മദേവൻ എല്ലാം സമർപ്പിക്കുന്നത് വിഷ്ണു ഭഗവാന്റെ പാദങ്ങളിലാണ്. അവിടേക്ക് സമർപ്പിക്കപ്പെടുന്ന എല്ലാ വിഷമതകൾക്കും ഉടനടി പരിഹാരവും ലഭിക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് മുൻപുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നതും. ഇവിടെ ആ വിഷ്ണു ഭഗവാനെ ബ്രഹ്മദേവൻ ധ്യാനിച്ചുകൊണ്ട് ഒരു പരിഹാരത്തിനായിട്ട് യാചിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഊജേ ചാംബുജപൂരമൂനൈസുര സത്യം ദരിദ്ര്യാവചോ നന്വസ്യാഭവതാം ച രക്ഷണവിധൗ ദക്ഷോ ഹി ലക്ഷ്മീപതി സർവേ സർവപുരസ്സരാ വയമിതോ ഗത്വാ പയോ വാരിധിം നത്വാ തം സ്തുമഹേ ജവാദിദിയയു സാഗം തവാകേദനം. ഊജേ ച അംബുജഭൂഹു അമൂൻ ഐസുരാഹ സത്യം ദരിദ്ര്യാ വചഃ നനു അസ്യാ ഭവതാം ച രക്ഷണവിധൗ ദക്ഷഃ ഹി ലക്ഷ്മീപതിഃ സർവേ സർവപുരസ്സരാ വയം ഇതഃ ഗത്വാ പയോവാരിധിം നത്വാ തം സ്തുമഹേ ജവാദ് ഇതി യേയുഃ സാഗം തവ ആകേദനം. ഊജേച്ച അംബുജഭൂഹു, അപ്പോൾ ഈ അംബുജ സംഭവനായിരിക്കുന്ന ബ്രഹ്മദേവൻ പറഞ്ഞു, ഐ സുരാഹ, അല്ലയോ ദേവന്മാരെ, ദരിദ്ര്യാഹ വചഃ സത്യം, ഈ ഭൂമിദേവിയുടെ വാക്കുകൾ സത്യം തന്നെയാണ്. നനു അസ്യ ഭവതാം ച രക്ഷണവിധൗ ദക്ഷഃ ഹി ലക്ഷ്മീപതിഃ. അസ്യാഹ, ഇവളുടെയും ഈ ഭൂമിദേവിയുടെയും ഭവതാം ച ദേവന്മാരുടെയും ഒക്കെ രക്ഷണവിധൗ, രക്ഷകായിക്കൊണ്ട് നമുക്ക് ദക്ഷഃ ഹി ലക്ഷ്മീപതിഃ, സമർത്ഥനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ തന്നെ പ്രാപിക്കാം. സർവേ സർവപുരസ്സരാഹ വയം, നമുക്ക് മഹാദേവനെയും കൂടി മുൻനിർത്തിക്കൊണ്ട് ഇതഹ ഗത്വാ പയോ വാരിധിം, നമുക്കെല്ലാവർക്കും ആ ക്ഷീരവാരിധി തീരത്തിലേക്ക് പോകാം. എന്നിട്ട് നത്വാ തം, മഹാവിഷ്ണുവിനെ നമസ്കരിച്ചിട്ട് സ്തുമഹേ ജവാദ്, നമുക്ക് പ്രാർത്ഥിക്കാം, സ്തുതിക്കാം. ഇതി യേയുഹു സാഗം തവാകേതന, ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പാൽക്കടൽ തീരത്തിലേക്ക് എത്തിച്ചേർന്നു, അങ്ങയുടെ ആകേതനത്തിൻ്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമിദേവിയുടെയും ദേവന്മാരുടെയും ഒക്കെ പരാതി കേട്ട ബ്രഹ്മദേവൻ മറുപടിയായിട്ട് പറയുകയാണ്, അല്ലയോ ദേവന്മാരെ, ഈ ഭൂമിദേവി പറഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെയാണ്. അതുകൊണ്ട് ഭൂമിദേവിയുടെയും നിങ്ങളുടെയും ഒക്കെ രക്ഷ ചെയ്യാൻ സമർത്ഥനായിട്ടുള്ള മഹാവിഷ്ണുവിനെ തന്നെ നമുക്ക് മഹാദേവനെ മുൻനിർത്തിക്കൊണ്ട് പാൽക്കടൽ തീരത്ത് പോയി മഹാവിഷ്ണുവിനെ നമസ്കരിച്ച് അദ്ദേഹത്തെ സ്തുതിച്ച് പ്രസീതനാക്കി നമുക്ക് ഈ വിഷമതയിൽ നിന്ന് ഒരു പരിഹാരം തേടാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും
അങ്ങോട്ടേക്ക് പോയി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഊജേ ചാംബുജപൂരമൂന്നൈസുര സത്യം ദരിദ്ര്യാവച നന്വസ്യാഭവതാം ച രക്ഷണവിധൗ ദക്ഷോ ഹി ലക്ഷ്മീപതി സർവേ ശർവപുരസ്സരാ വയമിതോ ഗത്വാ പയോ വാരിധിം നത്വാ തം സ്തുമഹേ ജവാദിതിയയുസ്സാഗം തവാകേതനം തേ മുഗ്ധാനിലശാലി ദുഗ്ധജലദേ സ്ഥിരം ഗദാ സങ്കത യാവത്ത്വത്പദചിന്തനൈകമനസസ്താവത് സപാദോജഭൂഃ ത്വദ്വാജം ഹൃദയേ നിശമ്യ സകലാനാനന്ദയന്നൂജിവാൻ ആഖ്യാത പരമാത്മനാ സ്വയമഹം വാക്യം തഥാ കർണ്യതാം തേ മുഗ്ധാനിലശാലി ദുഗ്ധജലദേഹ തീരം ഗതാഃ സംഗതാഃ യാവത് ത്വത്പദചിന്തന ഏകമനസഃ താവത് സഹ പാദോജഭൂഃ ത്വദ്വാജം ഹൃദയേ നിശമ്യ സകലാൻ ആനന്ദയൻ ഊജിവാൻ ആഖ്യാതഃ പരമാത്മനാ സ്വയം അഹം വാക്യം തത് ആകർണ്യതാം. തേ അവരെല്ലാവരും കൂടി മുഗ്ധാനിലശാലി ദുഗ്ധജലദേഹേ തീരം ഗതാഃ അവരെല്ലാവരും ഇളം കുളിർകാറ്റുള്ള ആ പാൽക്കടൽ തീരത്തേക്ക് ചെന്നിട്ട് സംഗതാഃ അവരെല്ലാവരും മനസ്സ് വെച്ചവരായിട്ട് യാവത് ത്വത്പദ ചിന്തന ഏകമനസഃ ഭഗവാന്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പുരുഷസൂക്തം കൊണ്ട് അവരെല്ലാവരും കൂടി ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ താവത് സഹ പാദോജഭൂഹു ആ സമയത്ത് ആ ബ്രഹ്മദേവനെ മഹാവിഷ്ണുവിൻ്റെ അരുളപ്പാട് മനസ്സിൽ ലഭിച്ചു. ത്വദ്വാചം ഹൃദയേ നിശമ്യ അങ്ങയുടെ വാക്കുകളെ ഹൃദയത്തിൽ മനസ്സിലാക്കിയിട്ട് കേട്ടിട്ട് സകലാൻ ആനന്ദയൻ എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവനായിട്ട് ഊജിവാൻ ബ്രഹ്മദേവൻ പറഞ്ഞു. ആഖ്യാതഃ പരമാത്മനാ സ്വയം അഹം വാക്യം ആ പരമാത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ എന്നോട് പറഞ്ഞ കാര്യത്തെ ആ വാക്കുകളെ ഞാൻ നിങ്ങൾക്കായിക്കൊണ്ട് പറഞ്ഞു തരാം. തത് ആകർണ്യതാം നിങ്ങൾ കേട്ടാലും. അപ്പോൾ ബ്രഹ്മദേവനും മഹാദേവനും ദേവന്മാരും ഭൂമിദേവിയും എല്ലാവരും ചേർന്ന് ഇളം കുളിർകാറ്റുള്ളതായ പാൽക്കടൽ തീരത്ത് ചെന്ന് നിന്നുകൊണ്ട് പുരുഷസൂക്തം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. എല്ലാവരുടെയും ഏകാഗ്ര ധ്യാനത്തോടു കൂടിയുള്ള ആ പുരുഷസൂക്ത സ്തുതി കൊണ്ട് പ്രസന്നനായി ഭവിച്ച മഹാവിഷ്ണു ബ്രഹ്മദേവൻ്റെ മനസ്സിൽ മഹാവിഷ്ണുവിന് പറയാനുള്ളതെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ആ വാക്കുകളെ കേട്ട ബ്രഹ്മദേവൻ എന്താണോ പരമാത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ എന്നോട് പറഞ്ഞത് ആ വാക്കുകളെ നിങ്ങൾ കേട്ടാലും എന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആ വാക്കുകളെ പറയാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. തേ മുഗ്ധാനിലശാലി ദുഗ്ധജലദേ സ്ഥിരം ഗദാ സങ്കത യാവത്ത്വത്പദ ചിന്തനൈകമനസസ്താവത് സപാദോജഭൂഃ ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാനാനന്ദയന്നൂജിവാൻ ആഖ്യാത പരമാത്മനാ സ്വയമഹം വാക്യം തഥാ കർണ്യതാം. ജാനേ ദീനദശാമഹം ദിവിഷദാം ഭൂമേശ്ച ഭീമൈർനൃപൈഃ തക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മനാ ദേവാ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാശ്ചാവനൗ മത്സേവാർത്തമിതി ത്വദീയവചനം പാദോജഭൂരുചിവാൻ. ജാനേ ദീനദശാം അഹം ദിവിഷദാം ഭൂമേഃ ച ഭീമൈഃ നൃപൈഃ തക്ഷേപായ ഭവാമി യാദവകുലേ സഹ അഹം സമഗ്രാത്മന.
ദേവാഹ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാഹ ച അവനൗ മത്സേവാർത്ഥം ഇതി ത്വദീയവചനം പാദോജഭൂഹു ഊജിവാൻ. ജാനേ ദീനദശാം അഹം ദിവിഷതാം ഭൂമേഹ ച ഭീമൈ നൃപൈഃ. ഭയങ്കരന്മാരായ നൃപന്മാരെ കുറിച്ചുള്ള അല്ലെങ്കിൽ നൃപന്മാർ മൂലമുള്ള ദേവന്മാർക്കും ഭൂമിദേവിക്കും ഉള്ള പീഠകളെ ഒക്കെ അഹം ജാനേ, എനിക്കറിയാം. തക്ഷേപായ, അതിനെ ഒരു പരിഹാരം കാണുന്നതിനായിട്ട് അഹം ഭവാമി യാദവകുലേ, ഞാൻ യാദവകുലത്തിൽ അവതരിക്കും. സഹ അഹം സമഗ്രാത്മന, ഞാൻ പൂർണ്ണ സ്വരൂപനായിട്ട് യാദവകുലത്തിൽ അവതരിക്കുന്നുണ്ട്. ദേവാഹ വൃഷ്ണികുലേ ഭവന്തു കലയാ, ദേവന്മാരെല്ലാം അവരുടെ അംശങ്ങളെ കൊണ്ട് വൃഷ്ണികുലത്തിൽ ചെന്ന് അവതരിക്കണം. ദേവാ അംഗനാഹ ച അവനൗ, ദേവാംഗനമാരും ദേവന്മാരുമൊക്കെ വൃഷ്ണികുലത്തിൽ ചെന്ന് അവതരിക്കണം അംശരൂപികളായിട്ട്. മത്സേവാർത്ഥം ഇതി, എന്നെ സേവിക്കുന്നതിനായിക്കൊണ്ട് ദേവന്മാരും ദേവസ്ത്രീകളും ഒക്കെ വൃഷ്ണികുലത്തിൽ നിന്ന് പിറക്കണം അല്ലെങ്കിൽ അവതരിക്കണം എന്നുള്ള ഇതി ത്വദീയ വചനം, ഇപ്രകാരമുള്ള അങ്ങയുടെ വാക്കുകളെ പാദോജഭൂഹു, ബ്രഹ്മദേവൻ ഊജിവാൻ പറഞ്ഞു. ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും ഭൂമിയെയും മറ്റുള്ള ദേവഗണങ്ങളെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് പാൽക്കടൽ തീരത്ത് നിന്ന് പുരുഷ സൂക്തം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചപ്പോൾ സംപ്രീതനായ മഹാവിഷ്ണു അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ബ്രഹ്മദേവൻ്റെ മനസ്സിൽ പറഞ്ഞു കൊടുത്തു. ആ കാര്യങ്ങളെ ബ്രഹ്മദേവൻ മറ്റെല്ലാവർക്കുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു രംഗമാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. അവിടെ ഭഗവാൻ പറയുകയാണ്, വിഷ്ണു ഭഗവാൻ പറയുകയാണ്, നിങ്ങളുടെ എല്ലാം ദീനതയുടെ കാരണം, അത് ദേവന്മാരുടെയും ഭൂമിദേവിയുടെയും ഒക്കെ വിഷമതയ്ക്കുള്ള കാരണം ഈ ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ ബാഹുല്യമാണ് എന്നെനിക്കറിയാം. അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി, അവരെല്ലാം വധിക്കുന്നതിന് വേണ്ടിയായിട്ട് ഞാൻ യാദവകുലത്തിൽ സമഗ്ര രൂപിയായി അവതരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവതരിക്കുമ്പോൾ എനിക്ക് സഹായകമായിട്ട് ദേവന്മാരും ദേവാംഗനമാരും എല്ലാം വൃഷ്ണികുലത്തിൽ ചെന്ന് അവരുടെ അംശകലകളെ കൊണ്ട് അവതരിക്കണം എന്നുള്ള ആ വാക്യത്തെ ബ്രഹ്മദേവൻ എല്ലാവർക്കുമായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. ജാനേ ദീനദശാമഹം ദിവിഷതാം ഭൂമേശ്ച ഭീമൈ നൃപൈ തക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മനാ ദേവാ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാശ്ചാവനൗ മത്സേവാർത്ഥമിതി ത്വദീയവചനം പാദോജഭൂരുജിവാൻ. ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിതാ സ്വാന്ദേഷീശഗദേഷു താവകകൃപാ പീയൂഷതൃപ്താത്മസു വിഖ്യാതേ മഥുരാപുരേ കില ഭവത് സാന്നിധ്യപുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹത് രാജാ സശൂരാത്മജഃ. ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിതസ്വാന്ദേഷു ഈശ ഗദേഷു താവകകൃപാ പീയൂഷ തൃപ്താത്മസു വിഖ്യാതേ മഥുരാപുരേ കില ഭവത്സാന്നിധ്യപുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാം ഉദവഹത് രാജാ സഹ ശൂരാത്മജഃ. ശ്രുത്വാ കർണരസായനം തവ വചഃ, ഗുരുവായൂരപ്പ അങ്ങയുടെ കർണപീയൂഷമായിരിക്കുന്ന വാക്കുകളെ കേട്ടിട്ട് സർവേഷു നിർവാപിത സ്വാന്തേഷു, അവരെല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഗതേഷു താവകകൃപാ പീയൂഷ തൃപ്താത്മസു, അങ്ങയുടെ അമൃതതുല്യങ്ങളായ വാക്കുകളെ കേട്ട് സന്തുഷ്ടരായിട്ട് അവരെല്ലാം അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കെ
വിഖ്യാതെ വളരെ പ്രസിദ്ധി ആർജിച്ച മഥുരാപുരിയിൽ കില ഭവത് സാന്നിധ്യ പുണ്യോത്തരെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് പുണ്യപ്രദമായി ഭവിച്ചിരിക്കുന്ന ആ മഥുരാപുരിയിൽ ധന്യാം വളരെ ധന്യായിരിക്കുന്ന ദേവകനന്ദനാം ഉദവഹ ദേവകൻ്റെ പുത്രിയായിരിക്കുന്ന ദേവകിയെ ഉദവഹത് വിവാഹം ചെയ്തു. ആര്? രാജാ സഹ ശൂരാത്മജ ശൂരസേനൻ്റെ പുത്രനായിരിക്കുന്ന വസുദേവർ ദേവകൻ്റെ പുത്രിയായിരിക്കുന്ന ദേവകിയെ വിവാഹം ചെയ്തു പോലും. ദേവന്മാരും ഭൂമിദേവിയും മഹാദേവനും എല്ലാവരും ബ്രഹ്മദേവൻ മുഖാന്തിരം ഭഗവാന്റെ അമൃതതുല്യങ്ങളായ വാക്കുകളെയൊക്കെ കേട്ടു. ഭഗവാൻ യാദവകുലത്തിലെ പൂർണ്ണസ്വരൂപനായിട്ട് അവതരിക്കുമെന്നും ആ ഭഗവാന്റെ അവതാരോദ്ദേശം നിറവേറ്റുന്നതിനായിട്ട് ദേവന്മാരും ദേവാംഗനമാരും ഒക്കെ വൃഷ്ണികുലത്തിൽ ചെന്ന് അംശ അവതാരങ്ങൾ എടുക്കണമെന്നും എല്ലാം പറഞ്ഞ ആ വാക്കുകളെ, വളരെ അമൃതതുല്യങ്ങളായ വാക്കുകളെ കേട്ട് എല്ലാവരും സന്തുഷ്ടരായി അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന മഥുരാപുരിയിൽ ഒരു വിവാഹം നടന്നു. അവിടെ ദേവകൻ്റെ പുത്രിയായിരിക്കുന്ന ദേവകിയെയും ശൂരസേന മഹാരാജാവിൻ്റെ പുത്രനായിരിക്കുന്ന വസുദേവരെയും തമ്മിലുള്ള ഒരു വിവാഹ ചടങ്ങ് നടന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രുത്വാ കർണരസായനം തവ വച സർവേഷു നിർവാപിത സ്വാന്തേഷീശകേഷു താവക കൃപാ പീയൂഷതൃപ്താത്മസു വിഖ്യാതേ മഥുരാപുരേ കില ഭവത് സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹത് രാജാ സശൂരാത്മജ ഉദ്വാഹാവസിതൗ തദീയ സഹജ കംസോധ സമ്മാനയൻ ഏതൗ സൂതതയാ ഗതഃ പതിരതേ വ്യോമോത്ഥയാ ത്വദ്ഗിര അസ്യാസ്ത്വാമതിദുഷ്ടം അഷ്ടമസുതോ ഹന്തേതി ഹന്തേരിതഃ സന്ദ്രാസാത് സദു ഹന്തുമന്തികഗതാം തന്നീം കൃപാണീമധാത് ഉദ്വാഹാവസിതൗ തദീയ സഹജഃ കംസഃ അഥ സമ്മാനയൻ ഏതൗ സൂതതയാ ഗതഃ പതിരഥേ വ്യോമോത്ഥയാ ത്വദ്ഗിര അസ്യാഹ ത്വം അതിദുഷ്ടം അഷ്ടമസുതഃ ഹന്ത ഇതി ഹന്ത ഈരിത സന്ദ്രാസാത് സദു ഹന്തും അന്തികഗതാം തന്നീം കൃപാണീം അധാത്. ഉദ്വാഹാവസിതൗ ഇപ്രകാരം ആ വിവാഹ ചടങ്ങ് കഴിഞ്ഞപ്പോൾ തദീയ സഹജഃ ദേവകിയുടെ സഹോദരനായിരിക്കുന്ന കംസഃ കംസൻ അഥ സമ്മാനയൻ ഏതൗ ഇവരെ വളരെ മാനിക്കുന്നവനായിട്ട് ഈ വധൂവരന്മാരെ മാനിക്കുന്നവനായിട്ട് സൂതതയാഗതഃ അവരെ തേരിലേറ്റിക്കൊണ്ട് കംസൻ പോകുന്ന സമയത്ത് പതി ആ വഴിക്ക് വ്യോമോത്ഥയാ ത്വദ്ഗിര അങ്ങയുടെ വാക്കുകൾ ആകാശവാണിയായിട്ട് ആ കംസൻ കേട്ടു. എന്തായിരുന്നു ആ വാക്ക്? അസ്യാഹ ഇവളുടെ ത്വാം അതിദുഷ്ടം ഏറ്റവും ദുഷ്ടനായിരിക്കുന്ന നിൻ്റെ ഈ സഹോദരിയുടെ അഷ്ടമസുതഃ എട്ടാമത്തെ പുത്രൻ ഹന്തേതി ഹന്തേരിത നിന്നെ വധിക്കും എന്ന് ആ ആകാശവാണി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സന്ത്രാസാദ് വളരെ ഭയപ്പെട്ടവനായിട്ട് സഹതു അയാളാവട്ടെ ആ കംസനാവട്ടെ ഹന്തും വധിക്കുവാനായിട്ട് അന്തികഗതാം തന്വീം ആ സ്ത്രീയുടെ ദേവകിയുടെ അടുത്തേക്ക് കൃപാണിയും അഥാത് വാളും ഊരിപ്പിടിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നു. വിവാഹമെല്ലാം കഴിഞ്ഞ് വധൂവരന്മാരെ മാനിക്കുന്നവനായ കംസൻ സ്വയം തേരിൽ അവരെ കൊണ്ടുപോകുന്ന ആ സമയത്ത് വഴിക്ക് വെച്ച് ഭഗവാന്റേതായ വാക്കുകൾ അശരീരിയായിട്ട് കേൾക്കാൻ ഇടയായി.
ആ അശരീരി പറഞ്ഞത്, അല്ലയോ ദുഷ്ടനായ കംസ, നിൻ്റെ സഹോദരിയായ ഈ ദേവകി ജന്മം നൽകുന്ന 8ാമത്തെ പുത്രൻ നിൻ്റെ ഘാതകനായി തീരും. ഈ വാക്കുകളെല്ലാം കേട്ടുകഴിഞ്ഞ കംസൻ ഭയപ്പെട്ടവനായിട്ട് ദേവകിയെ തന്നെ ഇപ്പോൾ വധിച്ചു കളയാം എന്ന ഉദ്ദേശത്തോടു കൂടി വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് ദേവകിയുടെ അടുത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഉദ്വാഹാവസിതൗ തദീയ സഹജ കംസോധ സമ്മാനയൻ ഏതൗ സൂതതയാഗതഃ പതിരദേ വ്യോമോത്ഥയാ ത്വദ്ഗിര അസ്യാസ്ത്വാമതിദുഷ്ടം അഷ്ടമസുതോ ഹന്തേതി ഹന്തേരിത സന്ദ്രാസാസതു ഹന്തുമന്തികഗതാം തന്വീം കൃപാണീമദാത് ഗൃഹ്ണാനശ്ചിഗുരേഷു താം ഖലമതി ശൗരേശ്ചിരം സാന്ത്വനൈ നോ മുഞ്ചൻ പുനരാത്മജാർപ്പണഗിരാ പ്രീതോഥയാദോ ഗൃഹാൻ ആദ്യം ത്വത്സഹജം തദാർപ്പിതമപി സ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമപി ദേവ പുഷ്ടകരുണാ ദൃഷ്ടാ ഹി ധീരേകഥാ ഗൃഹ്ണാനഃ ചിഗുരേഷു താം ഖലമതിഃ ശൗരേഃ ചിരം സാന്ത്വനൈഃ ന അമുഞ്ചൻ പുനഃ ആത്മജാർപ്പണഗിരാ പ്രീതഃ അഥ യാദഃ ഗൃഹാൻ ആദ്യം ത്വത് സഹജം തദാ അർപ്പിതം അഭി സ്നേഹേന ന അഹൻ അസൗ ദുഷ്ടാനാം അഭി ദേവ പുഷ്ടകരുണാ ദൃഷ്ടാ ഹി ധീഹി ഏകദാ ഗൃഹ്ണാനഃ ചിഗുരേഷു താം ഖലമതിഃ താം അവളെ, ആ ദേവകിയെ, ഗൃഹ്ണാന ചിഗുരേഷു തലമുടിയിൽ കുത്തിപ്പിടിച്ചു. ഖലമതിഹി ദുഷ്ടബുദ്ധിയായിരിക്കുന്ന ഈ കംസൻ ആ ദേവകിയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചിട്ട് ശൗരേഹേ ചിരം സാന്ത്വനൈഹി വസുദേവർ, ശൂരസേനപുത്രനായിരിക്കുന്ന വസുദേവർ വളരെയധികം ഈ കംസനെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. ന അമുഞ്ചൻ, പക്ഷേ ഈ കംസൻ അവളുടെ മുടിയിലുള്ള പിടുത്തം വിട്ടില്ല. പുനഃ ആത്മജാർപ്പണഗിര പ്രീതഃ, അത് കഴിഞ്ഞിട്ട് വസുദേവർ ഒരു അടവ് പ്രയോഗിച്ചു. തൽക്കാലം ഈ ദേവകിയെ ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ മറ്റു മാർഗമൊന്നും ഇല്ല എന്ന് കരുതിയിട്ട് ആത്മജാർപ്പണഗിര, ഇവളിൽ നിന്നുണ്ടാകുന്ന പുത്രന്മാരെയൊക്കെ അല്ലയോ കംസ നിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സമർപ്പിച്ചു കൊള്ളാം എന്ന് കേട്ടപ്പോൾ പ്രീതഃ, സന്തുഷ്ടനായി കംസൻ. അഥ യാദഃ ഗൃഹാൻ, അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി. ആദ്യം ത്വത് സഹജം തഥാ അർപ്പിതം അപി, ആദ്യമായിട്ട് ദേവകിക്ക് വസുദേവരിൽ നിന്നുണ്ടായ പുത്രനെ, കീർത്തിമാൻ എന്നു പേര് പുത്രനെ കംസന് കൊണ്ടുപോയി സമർപ്പിച്ചു. പക്ഷേ സ്നേഹേന ന അഹൻ അസൗ, എന്തുകൊണ്ടാണോ ആ സമയത്ത് കംസന് എന്തെന്നില്ലാത്ത സ്നേഹം ആ കുട്ടിയോട് തോന്നുകയാൽ അതിനെ അപ്പോൾ വധിച്ചില്ല. അതിന് ഒരു ലോകതത്വം പറയുകയാണ് മേൽപ്പത്തൂര്, ദുഷ്ടാനാം അഭിദേവ പുഷ്ടകരുണാദൃഷ്ടാഹിതീഹി ഏകദാ. ദുഷ്ടന്മാരായാൽ പോലും അല്ലയോ ഭഗവാനെ, ചിലപ്പോൾ കനത്ത കാരുണ്യത്താൽ അവർക്ക് ഇപ്രകാരമുള്ള സ്നേഹമെല്ലാം ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരു സ്നേഹം ആ കുട്ടിയോട് തോന്നിയത് കൊണ്ടാണ് അതിനെ തൽക്കാലം വധിക്കാതെ വിട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവകി വസുദേവന്മാരുടെ വിവാഹമെല്ലാം കഴിഞ്ഞ് അവരെ തേരിലേറ്റ് കൊണ്ടുപോകുന്ന ആ സമയത്ത് കേട്ട അശരീരി അനുസരിച്ചിട്ട് കോപിഷ്ഠനായ കംസൻ ദേവകിയുടെ അടുത്ത് ചെന്നിട്ട് അവളുടെ മുടി കുത്തിപ്പിടിച്ച് വാളുമായി തലയേർക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവിടെ വെച്ചിട്ട് വസുദേവർ വളരെയധികം കംസനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
ഭാഗവതം പറയും മൃത്യുർജന്മവതാം വീര ദേഹേന സഹജായതേ അദ്യവാബ്ദശതാം ദേവ മൃത്യുർവൈ പ്രാണിനാം ധ്രുവം. 10ാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെയാണ് ഇപ്രകാരം വസുദേവർ കംസനോട് പറയുന്നത്. ജനിച്ച എല്ലാ ജീവജാലങ്ങൾക്കും അദ്യവ അബ്ദ ശതാന്തേവ, ഇപ്പോഴല്ലെങ്കിൽ 100 വർഷത്തിനുള്ളിൽ മൃത്യുഹു മരണം നിശ്ചയമാണ്. അത് ദേഹേന സഹജായത്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളോടൊപ്പം ജന്മമെടുക്കുന്നതാണ് ഈ മരണം, നമ്മുടെ മരണം. അതുകൊണ്ട് അത് ഇന്നല്ലെങ്കിൽ 100 വർഷത്തിലൊരിക്കൽ നമ്മളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അങ്ങനെ അതിനെ ഓർത്തിട്ട് എന്തിനാണ് അങ്ങ് ദുഃഖിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും കംസൻ ഒട്ടും പിൻവാങ്ങിയില്ല. അപ്പോഴാണ് വസുദേവർക്കൊരു ഉപായം തോന്നിയത്. എന്നാൽ ഈ ദേവകിയിൽ നിന്നുണ്ടാകുന്ന പുത്രന്മാരെ എല്ലാം അപ്പോൾ തന്നെ കൊണ്ടുവന്ന് അങ്ങയുടെ കാൽക്കൽ സമർപ്പിച്ചു കൊള്ളാം എന്നൊരു വാക്ക് കൊടുത്തപ്പോൾ ആ ഒരു കാര്യത്തിൽ കംസൻ എന്തുകൊണ്ടോ തൃപ്തനായി പിൻവാങ്ങി. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടുണ്ടായ പുത്രൻ കീർത്തിമാനെ വസുദേവർ കൊണ്ടുപോയി കംസന് നൽകി. എന്തുകൊണ്ടോ കംസന് ആ സമയത്ത് ഈ കുട്ടിയെ വധിക്കുവാനായിട്ട് തോന്നിയില്ല. അതിനെ തിരികെ കൊണ്ടുപോയി വളർത്തിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് മേൽപ്പത്തൂർ അവിടെ ഒരു ലോകതത്വം പറയുന്നത്, എത്ര ദുഷ്ടന്മാരായാലും ശരി ചില സമയത്ത് അവർക്ക് കരുണ മൂലം സ്നേഹം തോന്നുക സ്വാഭാവികമാണല്ലോ എന്ന്. ഗൃഹ്ണാനശ്ചിഗുരേഷു താം ഖലമതി ശൗരേശ്ചിരം സാന്ത്വനൈ നോ മുഞ്ചൻ പുനരാത്മജാർപ്പണഗിരാ പ്രീതോ ദയാദോ ഗൃഹാൻ ആദ്യം ത്വത്സഹജം തദാർപ്പിതമഭി സ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമഭി ദേവപുഷ്ടകരുണാ ദൃഷ്ടാ ഹി ധീരേകദാ താവത്ത്വന്മനസൈവ നാരദമുനി പ്രോജേ സഭോജേശ്വരം യൂയം നന്വസുരാസുരാശ്ചയതവോ ജാനാസി കിം ന പ്രഭോ മായാവി സഹരിർഭവത് വദകൃതേ ഭാവീസുരപ്രാർത്ഥനാത് ഇത്യാകർണ്യദൂനദോ ദുനദസൗ ശൗരേശ്ച സൂനൂനഹൻ താവത്ത്വന്മനസാ ഏവ നാരദമുനിഃ പ്രോജേ സഹ ഭോജേശ്വരം യൂയം നനു അസുരാഹ സുരാഹ ച യദവഃ ജാനാസി കിം ന പ്രഭോ മായാവി സഹ ഹരിഃ ഭവദ്വദകൃതേ ഭാവീസുരപ്രാർത്ഥനാത് ഇതി ആകർണ്യ യദൂൻ അദൂദുനദ് അസൗ ശൗരേഃ ച സൂനൂൻ അഹൻ താവത് ത്വന്മനസാ ഏവ നാരദമുനിഃ. ആ സമയത്ത് ഭഗവാനെ അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെ നാരദമുനി പ്രോജേ സ ഭോജേശ്വരം, ആ ഭോജരാജാവായ കംസനോട് ഇപ്രകാരം പറഞ്ഞു, യൂയം നനു അസുരാഹ, ഹേ കംസ നിങ്ങൾ അസുരന്മാരാണ്, അതുപോലെ സുരാഹ ച യദവഃ യാദവന്മാർ ദേവന്മാരുമാണ് എന്നുള്ള വിവരം ജാനാസി കിം ന നിനക്കറിയില്ലേ പ്രഭു. തന്നെയുമല്ല മായാവി സഹ ഹരിഹി, ആ മായാവിയായിരിക്കുന്ന ഹരിയാവട്ടെ ഭവദ്വദകൃതേ അങ്ങയെ വധിക്കുന്നതിനായിക്കൊണ്ട് ഭാവി സുരപ്രാർത്ഥനാത് ദേവന്മാരുടെ പ്രാർത്ഥന അനുസരിച്ച് മഹാവിഷ്ണു അവതരിക്കാനും ഉദ്ദേശമുണ്ട്. ഇതി ആകർണ്യ ഇപ്രകാരം കേട്ട ആ കംസരാജൻ എന്ത് ചെയ്തു? യദൂൻ അദൂദുനത് യദുക്കളെയെല്ലാം ദ്രോഹിക്കുവാൻ തുടങ്ങി. ശൗരേഹ ച സൂനൂൻ അഹൻ, ആ ശൂരസേന മഹാരാജാവിൻ്റെ പുത്രനായിരിക്കുന്ന വസുദേവരുടെ എല്ലാ പുത്രന്മാരെയും വധിച്ചു. അപ്പോൾ നാരദമുനിയുടെ സാന്നിധ്യം, ഭഗവാനാൽ പ്രേരിതനായ നാരദമുനിയുടെ സാന്നിധ്യത്തിൽ നിന്ന് കംസൻ ആ സത്യത്തെ മനസ്സിലാക്കുകയാണ്. അല്ലയോ കംസ, നിങ്ങളെല്ലാം അസുരന്മാരും യദുക്കളെല്ലാം ദേവന്മാരുമാണ് എന്ന വിവരം അങ്ങേക്കറിയില്ലേ? തന്നെയുമല്ല ദേവന്മാരാൽ പ്രാർത്ഥിതനായിരിക്കുന്ന മഹാവിഷ്ണു അവതരിച്ചുകൊണ്ട് നിന്നെ വധിക്കുവാൻ
ആലോചിക്കുന്നുണ്ട് എന്ന വിവരവും ഇപ്പോൾ നീ അറിഞ്ഞുകൊള്ളുക. അത് കേട്ടതും യാദവന്മാരെയൊക്കെ വളരെ പീഡിപ്പിക്കുന്നവനായിട്ട് ശൂരസേന രാജാവിൻ്റെ പുത്രനായിരിക്കുന്ന വസുദേവരുടെ എല്ലാ കുട്ടികളെയും വധിക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. താവത്വന്മനസൈവ നാരദമുനി പ്രോജേ സഭോജേശ്വരം യൂയം നന്നസുരാസുരാശയതവോ ജാനാസി കിം ന പ്രഭോ മായാവീ സഹരിർഭവദ്വദകൃതേ ഭാവീസുരപ്രാർത്ഥനാത് ഇത്യാകർണയദൂനദൂതുനദസൗ ശൗരേശ്ച സൂനൂനഹൻ പ്രാപ്തേ സപ്തമഗർഭതാമഹിപതൗ ത്വത്പ്രേരണാത് മായയാ നീതേ മാധവരോഹിണീം ത്വമഭിഭോ സച്ചിത്സുഖൈകാത്മകാ ദേവക്യാ ജഡരം വിവേശിത വിഭോ സംസ്തൂയമാനസുരൈ സത്വം കൃഷ്ണ വിധൂയ രോഗപടലിം ഭക്തിം പരാം ദേഹി മേ പ്രാപ്തേ സപ്തമഗർഭതാം അഹിപദൗ ത്വത്പ്രേരണാത് മായയാ നീതഃ മാധവ രോഹിണീം ത്വമഭിഭോः സച്ചിത്സുഖൈകാത്മകഃ ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനഃ സുരൈഃ സഹ ത്വം കൃഷ്ണ വിധൂയ രോഗപടലിം ഭക്തിം പരാം ദേഹി മേ പ്രാപ്തേ സപ്തമഗർഭതാം അഹിപദൗ ഏഴാമത്തെ ഗർഭമായിട്ട് അഹിപദൗ സാക്ഷാൽ ആദിശേഷമൂർത്തിയായിരിക്കുന്ന അനന്തൻ ഭവിച്ചു. ത്വത്പ്രേരണാത് മായയാ നീതേ രോഹിണീം. ആ ഏഴാമത്തെ ഗർഭത്തിലുണ്ടായിരുന്ന സാക്ഷാൽ അനന്തനായിരിക്കുന്ന അല്ലെങ്കിൽ ആദിശേഷമൂർത്തിയായിരിക്കുന്ന ബലരാമനെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് യോഗമായാദേവി എത്തിച്ചു. ത്വം അഭിഭോ സച്ചിത്സുഖൈകാത്മക, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങും എല്ലാ ജീവജാലങ്ങൾക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്നവനായ അങ്ങും ദേവക്യാ ജഠരം വിവേശിത, ദേവകി ദേവിയുടെ ഉദരത്തെ പ്രാപിച്ചുവല്ലോ. സംസ്തൂയമാനഃ സുരൈഹി, ആ സമയത്ത് ദേവന്മാരെല്ലാവരും വന്ന് ആ ദേവകി ദേവിയുടെ ഗർഭസ്ഥനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ നന്നായി സ്തുതിച്ചു. സത്വം കൃഷ്ണ, അപ്രകാരമുള്ള അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, വിധൂയ രോഗപടലിയും, എൻ്റെ രോഗങ്ങളുടെ കൂട്ടത്തെ എല്ലാം ദൂരീകരിച്ചിട്ട് പരാംഭക്തി ദേഹിമേ, പരാംഭക്തിം ദേഹിമേ, പരമമായ ഭക്തിയെ എനിക്ക് നൽകിയാലും. ഇവിടെ ഏഴാമതായിട്ട് സാക്ഷാൽ ആദിശേഷമൂർത്തിയായിരിക്കുന്ന അനന്തനാകുന്ന ബലഭദ്രരാണ് ദേവകി ദേവിയുടെ ഉദരത്തിൽ വന്നത്. ആ ബലഭദ്രരെ വസുദേവരുടെ മറ്റൊരു ഭാര്യയായിട്ട് അമ്പാടിയിൽ താമസിക്കുന്ന യശോദാദേവിയുടെ രോഹിണി ദേവിയുടെ ഉദരത്തിലേക്ക് യോഗമായാദേവി മാറ്റി. ആ സമയത്ത് ആനന്ദസ്വരൂപനായിരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് ദേവകി ദേവിയുടെ ഉദരത്തെയും പ്രാപിച്ചുവല്ലോ. അപ്രകാരം ദേവകി ദേവിയുടെ ഗർഭസ്ഥനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ദേവന്മാരെല്ലാം നന്നായി സ്തുതിച്ചു. അപ്രകാരം എല്ലാമുള്ള അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങ് എൻ്റെ രോഗസമൂഹത്തെ എല്ലാം നീക്കി പരമമായ ഭക്തിയെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മേൽപ്പത്തൂർ. പ്രാപ്തേ സപ്തമഗർഭതാമഹിപതൗ ത്വത്പ്രേരണാത് മായയാ നീതേ മാധവ രോഹിണീം ത്വമഭിഭോ സച്ചിത്സുഖൈകാത്മക ദേവക്യാ ജഡരം വിവേശിത വിഭോ സംസ്തൂയമാനസുരൈ സത്വം കൃഷ്ണ വിധൂയ രോഗപടലിം ഭക്തിം പരാം ദേഹി മേ.